അങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല പൂരി മസാലയും ഇഡലിയാണ് നമ്മൾ പറഞ്ഞത്. ചട്നിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു ഫുഡ്. പുറത്തിറങ്ങിയ കുട്ടികൾ അധികം അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ മാക്സിമം ഞാൻ വീട്ടിൽ നിന്ന് അവർക്ക് വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ നേരെ മറ്റൊരു അമ്പലത്തിലേക്ക് പോയി. പാലായിലുള്ള കടപ്പാട്ടൂർ സ്ഥിതി ചെയ്യുന്ന കടപ്പാട്ടൂർ അമ്പലത്തിലേക്കാണ് വന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കല്യാണി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. വളരെ പുരാതനമായിട്ടുള്ളൊരു അമ്പലം തന്നെയാണിത്. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്. മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളിലും ലിംഗരൂപത്തിലാണ് ശിവനെ നമ്മൾ ആരാധിക്കുന്നത്. എന്നാൽ സ്വരൂപത്തിൽ വിഗ്രഹത്തിൽ ശിവനെ ആരാധിക്കുന്ന ഒരേ ഒരു ശിവക്ഷേത്രമാണ് ഇത്. അപ്പോൾ അമ്പലത്തിന് ചുറ്റും ഇതുപോലെ നല്ല കരിങ്കല്ലൊക്കെ വിരിച്ചിരിക്കുന്നത് കൊണ്ട് അതിലൂടെ കുട്ടികൾക്ക് ഓടി നടക്കാനായിട്ടൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. വളരെ അതിൻ്റെ ഫ്രണ്ട് രൂപമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നമുക്ക് പോയി ഇരുന്ന് സംസാരിക്കാനായിട്ടൊക്കെ. ഇതാണ് മീനച്ചിലാറ്. അവിടെ നമുക്ക് നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടുന്ന് മീനച്ചിലാറിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ അതെല്ലാം ക്ലോസ് ചെയ്തേക്കുന്നു. അപ്പോൾ അമ്പലത്തിന് ചുറ്റും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ നിറച്ചും കടകളും കാര്യങ്ങളും. അപ്പോൾ കുറച്ച് കടകളിലൊക്കെ കയറി നമ്മൾ ചെറിയ പർച്ചേസൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.